ഈ പഴയ നാട്ടുരാജ്യപ്പിള്ളയുടെ ആളുകൾ തന്നെ ഇപ്പോൾ ആ ഭൂമി തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ട്രസ്റ്റുകളുടെ കാര്യത്തിൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റ് ഫോം ചെയ്തപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ ചട്ടങ്ങളും ലംഘിച്ചിരുന്നു. ഇപ്പോൾ അങ്ങയുടെ സുഹൃത്ത് ടി പത്മനാഭൻ തന്നെ ഇന്നലെ പറഞ്ഞു എല്ലാ ട്രസ്റ്റുകളെയും പേടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ട്രസ്റ്റ് നടത്തിയിട്ടുള്ള ഈ നിയമലംഘനങ്ങൾ അത് പരിശോധിച്ച് വേണ്ടി വന്നാൽ ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു നിലപാടുണ്ടാവും. ഒരു പരിശോധനയ്ക്ക് ഇപ്പൊ പോകുന്ന പ്രശ്നമില്ല. പരിശോധിക്കുന്നില്ല. ഏതോ കാലത്ത് CP രാമസ്വാമി അയ്യർ എടുത്ത ഭൂമി അത് പരിശോധിക്കാൻ ഇപ്പോൾ ഈ ഗവൺമെന്റിന് കഴിയുന്ന കാര്യമല്ല. ആ പരിശോധനയ്ക്ക് ഇപ്പൊ പോകുന്ന പ്രശ്നമില്ല. അതാണ് അതൊക്കെ ആവശ്യങ്ങളല്ലേ, അങ്ങനെ പല ആവശ്യം വരില്ലേ, അത് വേറെ കാര്യം. ഇതേതോ ഒരു പിള്ളയുടെ കാര്യം പറഞ്ഞില്ലേ, നടരാജപിള്ള. ആ നടരാജപിള്ളയുടെ ഭൂമി ഈ സർക്കാരോ ഇതിനു മുമ്പിലുള്ള സർക്കാരുകളോ എടുത്തതല്ല, CP രാമസ്വാമിയുടെ കാലത്ത് എടുത്തു എന്ന് പറയുന്നതാണ്. അക്കാര്യം പരിശോധിക്കാൻ ഇപ്പോൾ ഈ സർക്കാരിന് കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇതല്ലാതെ വേറെ കാര്യമുള്ളത് ലോ അക്കാദമി സമരവുമായി ബന്ധപ്പെട്ടാണ്. ഒരു മാസത്തോളമായിട്ട് സംസ്ഥാനത്ത് സമരം നടക്കുന്നു. പലയിടത്തും ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കമുണ്ടാകുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നു. മുഖ്യമന്ത്രി ലോ അക്കാദമിക്ക് വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ള ആരോപണം സഖ്യകക്ഷികൾ, ഇടതുമുന്നണിയിലെ സഖ്യകക്ഷികൾക്ക് അടക്കമുണ്ട്. ആർക്കും അങ്ങനെ ഒരു ആക്ഷേപമുണ്ടെന്ന് തോന്നുന്നില്ല. അത് മൗനം പാലിക്കാൻ വെച്ചാൽ എന്നോട് ആരെങ്കിലും സംസാരിച്ചാൽ ഞാൻ സംസാരിക്കുന്നില്ലെങ്കിലല്ലേ മൗനത്തിന്റെ പ്രശ്നം വരുന്നത്. അങ്ങനൊരു പ്രശ്നം അതിനകത്ത് വരുന്നില്ല. പരസ്യമായിട്ട് ഈ കാര്യത്തിൽ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലൂടെ CPI സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. അതായത് നിയമ നടപടികളുമായി പോകേണ്ട സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. ഓരോരുത്തരുടെ അഭിപ്രായം ഓരോരുത്തരും പറയില്ലേ, അതിനെന്തിനാണ് നമ്മൾ വിഷമിക്കുന്നു? അവര് ഉള്ള അഭിപ്രായങ്ങൾ പറയുന്നതല്ലേ, അത് പറയട്ടെ. പക്ഷെ സർക്കാർ ഒരു സമീപനമാണല്ലോ. മലയാളം സ്കൂൾ വന്നപ്പോൾ വളരെ പെട്ടെന്ന് സ്കൂൾ ഏറ്റെടുക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ തീരുമാനമെടുക്കുന്നു. പക്ഷെ അതേ തരത്തിൽ സർക്കാർ തന്നെ ഭൂമി കൊടുത്ത ഒരു സ്ഥാപനത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ചില തരത്തിലെങ്കിലും പിന്നോട്ട് പോക്കുണ്ടാവും? ഇതിലെന്താ പിന്നെ പോക്കുണ്ടായിരുന്നു? ലോ അക്കാദമി സർക്കാർ ഏറ്റെടുക്കും. ലോ അക്കാദമിയിൽ V മുരളീധരൻ സമരം നടത്താൻ പുറപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സർക്കാരാകെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. V മുരളീധരനാണല്ലോ തുടങ്ങുന്നത്. അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണല്ലോ. നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലരും അതിനുവേണ്ടി വല്ലാതെ വാശി പിടിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ. അത് പ്രത്യേക ആവശ്യമാണ്. അതിലേക്ക് ഇപ്പൊ ഞാനിപ്പോ ഈ കസേര എഴുതിട്ട് പറയേണ്ട കാര്യമില്ല. അതല്ല, അതിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ടല്ലോ. ആ പരിശോധനകൾ നടക്കട്ടെ. അത് പരിശോധന നടക്കുന്നുണ്ടല്ലോ.